ഹലോ എവരി വൺ, വെൽക്കം ടു ലേണിംഗ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിലെ മെഷീൻ ഇൻസ്ട്രക്ഷൻസ്, അഡ്രസ്സിംഗ് മോഡ്, ALU, ഡേറ്റ പാത്ത് ആൻഡ് കൺട്രോൾ യൂണിറ്റ്, ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്നീ ടോപ്പിക്സിൽ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം. Question number 1. A stack organized computer uses instructions of dash, indirect addressing, to addressing, zero addressing, index addressing, none of the above. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 സീറോ അഡ്രസ്സിംഗ് ആണ്. അതായത് ഒരു സ്റ്റാക്ക് ഓർഗനൈസ്ഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറിനെ നമ്മൾ സ്റ്റാക്ക് എന്നാണ് പറയുന്നത്. സോ സ്റ്റാക്ക് എന്ന് വെച്ചാൽ ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആണ്. ഇതിൽ ലിഫോ മെത്തേഡ്, ആക്സസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റായിട്ട് ഇൻ ചെയ്യുന്നതായിരിക്കും ആദ്യം പുറത്തോട്ട് എടുക്കുന്നത്. ഇതിൽ രണ്ട് മെത്തേഡാണുള്ളത്, ഓപ്പറേഷനാണുള്ളത്. ഒന്ന് പുഷും രണ്ടാമത്തെ പോപ്പും. പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്നതിന് പുഷ്, അതായത് ഇതിലോട്ട് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുന്നതിന് പുഷ് എന്ന് പറയുന്നു. അതിൽ നിന്ന് ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിനാണ് പോപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻസിൽ ഒരു ഓപ്പ് കോഡ് കാണും, ഓപ്പ് കോഡ് വിത്ത് നോ അഡ്രസ് ഫീൽഡ്. എന്തുകൊണ്ട് നമുക്കൊരു അഡ്രസ് ഫീൽഡിൻ്റെ ആവശ്യം വരുന്നില്ല? അതായത് നമുക്ക് രണ്ട് ഓപ്പറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യണമെന്നുള്ളത് വേണം, പിന്നെ വാല്യൂസ് വേണം. മിക്കവാറും രണ്ട് വാല്യൂസിലായിരിക്കുമല്ലോ ആ ഓപ്പറേഷൻ നടക്കുന്നത്. സോ ഇതിൻ്റെയൊക്കെ അഡ്രസ് ഫീൽഡ് നമുക്ക് വേണ്ടതല്ലേ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് ഓപ്പറൻസ് തന്നെ എടുക്കുന്നത്, ലാസ്റ്റ് അതിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് രണ്ട് വാല്യൂസ് എടുക്കുന്നു. ഏത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഓപ്പ് കോഡ് ഇൻസ്ട്രക്ഷൻസിലുണ്ടായിരിക്കും. സോ അതനുസരിച്ചിട്ട് ആ ഒരു ഓപ്പറേഷൻ നടത്തി തിരിച്ചതിൻ്റെ റിസൾട്ട് അതിലോട്ട് തന്നെ പോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വരുന്ന ഓപ്പ് കോഡ് എന്ന് പറയുന്നത് സബ് എന്ന് പറയുന്ന ഒരു ഓപ്പ് കോഡ് വന്നു കഴിഞ്ഞാൽ, അപ്പം ഇവിടെ ഒരു രജിസ്റ്ററാണ്, ടോപ്പ് മോസ്റ്റ് ഫീൽഡിനെ ഇൻഡിക്കേറ്റിൻ്റെ രജിസ്റ്ററാണ്, അതിനെ നമ്മൾ സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നത്. സോ സബ് എന്ന് പറഞ്ഞ ഒരു ഓപ്പ് കോഡ് വന്നു കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ രണ്ട് വാല്യൂസ് എടുക്കുന്നു, സബ്സ്ട്രാക്ഷൻ നടത്തുന്നു, ദെൻ ആ റിസൾട്ടിനെ വീണ്ടും ഇതിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് തന്നെ പോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു അഡ്രസ് ഫീൽഡിൻ്റെ ആവശ്യമില്ല. ഓപ്പ് കോഡ് വിത്ത് നോ അഡ്രസ് ഫീൽഡ്, ആണ്. ഓപ്പ് കോഡ് വിത്ത് നോ അഡ്രസ് ഫീൽഡാണ് ഇവിടെ വരുന്നത്. സോ നമുക്കിവിടെ ഒരു അഡ്രസ് ഫീൽഡിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ സീറോ അഡ്രസ്സിംഗ് ആണ് സ്റ്റാക്ക് ഓർഗനൈസ്ഡ് കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. Question number 2. A stack-based CPU organization uses dash address instructions. Option 1, 2, option 2, 0, option 3, 1, option 4, 3. എത്ര അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ആണ് വേണ്ടതെന്ന് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറഞ്ഞാൽ 2 ആണ്, സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ജസ്റ്റ് നമുക്ക് ഓപ്പ് കോഡിൻ്റെ മാത്രം ആവശ്യമുള്ളൂ, വേറെ അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും വേണ്ടി വരുന്നില്ല. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0 ആണ്. എന്തുകൊണ്ട് അഡ്രസ് ഇൻസ്ട്രക്ഷൻ വേണ്ടി വരുന്നില്ല എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഒരു സ്റ്റാക്കിൽ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് രണ്ട് ഓപ്പറൻസിലായിരിക്കും ഈ ഓപ്പറേഷൻ നടക്കുന്നത്. എന്ത് ഓപ്പറേഷൻ നടക്കണമെന്നുള്ളതിൻ്റെ ഓപ്പ് കോഡ് ഇൻസ്ട്രക്ഷൻസ് കൂടെ ഉണ്ടായിരിക്കും. സോ ഒരു അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. സോ എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0 ആണ്. Question number 3. Consider the following processor design characteristics. First characteristics എന്ന് പറഞ്ഞാൽ register to register arithmetic operations only. Second one, fixed length instruction format. Third one, hardwired control unit. Which of these characteristics above are used in the design of RISC processor? So RISC processorൻ്റെ 3 characteristics എന്നിട്ട് ഇതിൽ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളി അതാണ്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും RISC പ്രോസസ്സറിനെ സംബന്ധിച്ച് ട്രൂ ആണ്. ഈ 3 ഡിസൈൻ characteristicsഉം RISC പ്രോസസ്സറിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. 1, 2 ആൻഡ് 3 മൂന്നും യൂസ് ചെയ്യുന്നുണ്ട്. Question number 4. Consider the program segment below with initial values at 1000, 2000, 3000 memory locations as 10, 20 and 30 respectively. Add 1000, 2000, subtract 3000, 2000, multiply 3000, 20, division 3000, 2000. After the program execution, the value at 3000 memory location would be dash. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 3 മെമ്മറി ലൊക്കേഷൻസ് തന്നിട്ടുണ്ട്, 1000, 2000 ആൻഡ് 3000. ഈ 3 മെമ്മറി ലൊക്കേഷൻസിലും 3 വാല്യൂസ് ഇരിപ്പുണ്ട്, 10, 20 and 30. Then a list of operations നമ്മളോട് പെർഫോം ചെയ്യാണ്. സോ ആഫ്റ്റർ പെർഫോമിങ് ഓൾ ദീസ്
ലിസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് 3000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻസിൽ ഇരിക്കുന്ന വാല്യൂ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് 1 by 1 ആയിട്ട് ഈ ഓപ്പറേഷൻസ് എല്ലാം ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് ആഡ് 1000, 2000 എന്നാണ്. എന്ന് പറയുമ്പോൾ 1000 എന്ന മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്ന വാല്യൂ 2000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്ന വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യണം? 1000 എന്ന മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണം. സോ മെമ്മറി ലൊക്കേഷൻ 1000 സ്റ്റോർ ചെയ്യേണ്ടത് എന്താണ്? മെമ്മറി ലൊക്കേഷൻ 1000 ഇരിക്കുന്ന വാല്യൂ മെമ്മറി ലൊക്കേഷൻ 2000 ഇരിക്കുന്ന വാല്യൂയും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് മെമ്മറി ലൊക്കേഷൻ 1000 സ്റ്റോർ ചെയ്യണം. എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അറിയാം 1000 ഇരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്, 2000 ഇരിക്കുന്നത് 20 ആണ്. സോ ഇതിലോട്ട് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ എത്രയാണ്? 30. ആ സമയത്ത് എന്തായിരിക്കും വരുന്നത്? 1000, 2000 and 3000. 1000 ഇരിക്കുന്ന വാല്യൂ ചേഞ്ച് ആയി, അത് 30 ആയി. 2000 ഇരിക്കുന്ന വാല്യൂവിന് ചേഞ്ച് ഒന്നുമില്ല, 20 തന്നെയാണ്. 3000 ഇരിക്കുന്നതിന് വാല്യൂ ചേഞ്ച് ഇല്ല, 30 ആണ്. സോ നെക്സ്റ്റ് സബ്സ്ട്രാക്ട് 3000, 2000 എന്ന് പറഞ്ഞാൽ 3000ലെയും 2000ലെയും ഇരിക്കുന്ന വാല്യൂസ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് അത് എവിടെ സ്റ്റോർ ചെയ്യണം? മെമ്മറി ലൊക്കേഷൻ 3000 വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. സോ 3000 സ്റ്റോർ ചെയ്യേണ്ടത് 3000 ഇരിക്കുന്ന വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യണം 2000 ആയിട്ട്. സോ 3000 ഇരിക്കുന്ന വാല്യൂ എത്രയാണ്? 30 ആണ്. 2000 ഇരിക്കുന്നത് 20 ആണ്. അപ്പോൾ നമുക്ക് 10 ആണ് ഇവിടെ സ്റ്റോർ ചെയ്യേണ്ടത്. സോ 1000 ഇരിക്കുന്ന വാല്യൂസിന് വ്യത്യാസമൊന്നുമില്ല. 2000 ഇരിക്കുന്ന വാല്യൂസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, 20 തന്നെയാണ്. 3000 വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്, അത് 10 ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്പറേഷൻ മൾട്ടിപ്ലൈ. MULI കൂടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇമ്മീഡിയറ്റ് ഓപ്പറൻഡ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്റ്റ് ഏത് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് കൊണ്ടാണ് MULI എന്ന് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 3000 ഇരിക്കുന്ന വാല്യൂവിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3000 തന്നെ സ്റ്റോർ ചെയ്യണം. 3000 തന്നെ സ്റ്റോർ ചെയ്യണം ഇൻറ്റു 20. മെമ്മറി ലൊക്കേഷനിൽ ഡയറക്റ്റ് വാല്യൂ ആണ് തന്നിട്ടുള്ളത്. സോ 3000 ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ എത്രയാണ്? 10 ആണ്. അതിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് 200 കിട്ടും. സോ 200 എവിടെ വരും? 3000 വരും. സോ 1000 വ്യത്യാസമില്ല, 2000 മാറ്റമില്ല, 3000 വാല്യൂ 200 ആയിട്ട് മാറും. ഇനി നോക്കേണ്ടത് ലാസ്റ്റ് വൺ ആണ്. ഡിവിഷൻ 3000, 2000 എന്ന് പറയുമ്പോഴത്തേക്ക് 3000 പുതിയ വാല്യൂ വരാൻ പോവുകയാണ്. 3000 വാല്യൂ 2000 വാല്യൂ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് ആ ആൻസർ 3000 സ്റ്റോർ ചെയ്യുക. 2000 ഇരിക്കുന്ന വാല്യൂ ഏതാണ്? ഇപ്പോൾ 20 ആണ്. 3000 ഇരിക്കുന്നത് 200 ആണ്. സോ 200 ഡിവൈഡഡ് ബൈ 20 എന്ന് പറഞ്ഞ ആൻസർ ആണ് ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 10. അതായത് ഇപ്പോൾ 1000 30 തന്നെയാണ്, 2000 20 തന്നെയാണ്, 3000 വരുന്നത് 10 ആണ്. സോ ഫൈനലി നമുക്ക് 3000 ഏതാ വന്നിരിക്കുന്നത്? 10 ആണ്. സോ ഓപ്ഷൻ എ 10 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ഒരു ഓപ്പറേഷൻസ് തെറ്റിക്കാതെ ചെയ്ത് വരണമെന്നേ ഉള്ളൂ. Question number 5. Consider instruction and their respective sizes in words as below. I1, 4, I2, 8, I3, 2, I4, 6 and I5, 2. Let the word length is 4 bytes. If all the instructions are stored in a serial manner starting from address 5000, then the absolute difference of I3 address while word addressable and byte addressable memory configuration is dash. So നമുക്കിവിടെ 5 ഇൻസ്ട്രക്ഷനുകൾ തന്നിട്ടുള്ളത് I1, I2, I3, I4 and I5 ഇങ്ങനെ 5 ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ വേർഡ്സിൻ്റെ സൈസും തന്നിട്ടുണ്ട്. സൈസ് ഇൻ വേർഡ്സ് ആദ്യത്തെ ആളുടേത് 4, then next instruction 8, then 2, then 6 and finally it's 2. ഇനി സൈസ് ഇൻ ബൈറ്റ്സ് നോക്കാം. സോ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ് തന്നിട്ടുണ്ട്. ഇവിടെ എത്ര വേർഡ്സ് ഉണ്ട്? 4 വേർഡ്സ് ഉണ്ട്.
ഒരു വേർഡ് 4 ബൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 4 വേർഡ്സോ 4 into 4 16 ബൈറ്റ്സ്. 8 വേർഡ്സ് ആകുമ്പോഴത്തേക്കോ 4 into 8 32 ബൈറ്റ്സ്. അങ്ങനെ എടുക്കണമെങ്കിൽ ഇവിടെ 16 ബൈറ്റ് വരും, ഇവിടെ 32, then 8, then 24 and 8 ബൈറ്റ്സ്. ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് അഡ്രസ്സിൽ നിന്ന് നോക്കാം. വേർഡ് അഡ്രസ്സബിൾ നോക്കാം. വേർഡ് അഡ്രസ്സബിൾ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് 5000 ആണെന്ന് തന്നിട്ടുണ്ട്. സോ എത്ര വേർഡ്സ് ഉണ്ട് ഇവിടെ? 4 വേർഡ്സ് ഉണ്ട് അവിടെ. സോ 5000 മുതൽ 5003 വരെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസിന് കൊടുത്തു. ദെൻ 5004 സ്റ്റാർട്ട് ചെയ്യണത്. 11 വരെ അതിന് കൊടുത്തു. ദെൻ 2 ഇൻസ്ട്രക്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പം 12ഉം 13ഉം മതിയാവും. 12ഉം 13ഉം അടുത്ത I3ക്ക് കൊടുത്തു. ദെൻ I4 ആകുമ്പോഴത്തേക്ക് 6 ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. അപ്പം 14 മുതൽ 19 വരെ 6 ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ദെൻ ലാസ്റ്റ് 5020 മുതൽ 5021 2 ഇൻസ്ട്രക്ഷൻസേ ഉള്ളൂ. വേർഡ് അഡ്രസ്സബിൾ അവിടെ കഴിഞ്ഞു. ഇനി ബൈറ്റ് അഡ്രസ്സബിളോട്ട് വരാം. ബൈറ്റ് അഡ്രസ്സബിൾ വരുമ്പോഴത്തേക്ക് അവിടെ സ്റ്റാർട്ടിങ് 5000 ആണ് തന്നിട്ടുണ്ട്. ദെൻ എത്ര ബൈറ്റ് ഉണ്ട്? 16 ബൈറ്റ്സ് ഉണ്ട്. സോ 5000 മുതൽ 5015 വരെ ആയിരിക്കും. 5001 മുതലായിരുന്നെങ്കിൽ 16 ആയിരുന്നേനെ. 0 മുതലായതുകൊണ്ട് 15 വരെ. ദെൻ 5016 മുതൽ നെക്സ്റ്റ് 5047 വരെ 32 ബൈറ്റ്സ് അല്ലേ, 47 വരെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻസിന് കൊടുക്കണം. ദെൻ 5048 മുതൽ 55 വരെ മൂന്നാമത്തേന്. 5056 മുതൽ 5079 വരെ ഫോർത്ത് വൺ വരും. ദെൻ 5080 മുതലായിരിക്കും ഫൈനലി സൈസ് ഇൻ ബൈറ്റ്സ് 8ൻ്റെ I5ൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് I3 അഡ്രസ്സിൻ്റെ വേർഡ് അഡ്രസ്സബിളും ബൈറ്റ് അഡ്രസ്സും തമ്മിൽ വ്യത്യാസമാണ്. സോ I3 ചൂസ് ചെയ്യാം. I3 എടുക്കുമ്പോൾ I3യുടെ ബൈറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്, ബൈറ്റ് അഡ്രസ്സബിൾ എന്ന് പറയുന്നത് 5048 ആണ്. വേർഡ് അഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 5012 ആണ്. സോ അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 36 വരും. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 36 ആണ്. ജസ്റ്റ് നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതി. ഇൻസ്ട്രക്ഷൻസ് എടുത്തി, ഇൻസ്ട്രക്ഷൻ്റെ വേർഡ്സ് സൈസിൻ്റെ തന്നിട്ടുണ്ട്. ദെൻ ഓരോ വേർഡും 4 ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈസ് ഇൻ ബൈറ്റ്സ് എഴുതി. ദെൻ 5000 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. വേർഡ് അഡ്രസ്സ് ആണെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ബൈറ്റ് അഡ്രസ്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എഴുതി. അതിൽ നിന്ന് I3 സെലക്ട് ചെയ്തിട്ട് ഡിഫറൻസ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. Question number 6. Assume that a program segment has 4 instructions I1, I2, I3, I4. The size of instruction I is double that of instruction I1, I minus 1. While size of I1 is 1 word, let word length is 32 bits. The address of I3 with byte addressable memory if the program started from 5000 is. So നമുക്കിവിടെ 4 ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. I1, I2, I3 and I4. Then the size of instruction I is doubled that of instruction I minus 1. തൊട്ട് മുന്നത്തെക്കാളും വേർഡ് സൈസ് ഡബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. I1ൻ്റെ വേർഡ് സൈസ് തന്നിട്ടുണ്ട് 1 വേർഡ്. സോ ഡബിൾ ആകുമ്പോഴത്തേക്ക് ഇത് 2 വേർഡ്സ് ആകും, I3 4 വേർഡ്സ് ആകും and I4 8 വേർഡ്സ് ആകും. സോ വേർഡ് ലെങ്ത് 32 ബിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. 32 ബിറ്റ്സ് എന്ന് പറയുന്നതാണ് 1 വേർഡിൻ്റെ ലെങ്ത്. ദാറ്റ് ഈസ് 4 ബൈറ്റ്സ്. സോ ബൈറ്റ്സിൽ എഴുതുമ്പോഴത്തേക്ക് ഒരു വേർഡ് ആയതുകൊണ്ട് തന്നെ 4 ബൈറ്റ്സ്, 2 വേർഡ് ആകുമ്പോൾ 8 ബൈറ്റ്സ്, 4 വേർഡ് ആകുമ്പോൾ 16 ബൈറ്റ്സ്, 8 വേർഡ് ആകുമ്പോൾ 32 ബൈറ്റ്സ്. ഇനി അഡ്രസ്സബിൾ, ബൈറ്റ് അഡ്രസ്സബിൾ എടുക്കുകയാണെങ്കിൽ ബൈറ്റ് അഡ്രസ്സബിൾ എടുക്കുകയാണെങ്കിൽ 4 വേർഡ്സ് സ്റ്റാർട്ടിങ് ഫ്രം 5000 ആണ് തന്നിട്ടുണ്ട്. സോ 4 വേർഡ്സ് എടുക്കുമ്പോൾ 5000 മുതൽ 5003 വരെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ പോകും. നെക്സ്റ്റ് 5004 സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അത് 8 ബൈറ്റ്സ് കഴിഞ്ഞിട്ട് 5011 വരെ പോകും. ദെൻ ഇത് 5012 സ്റ്റാർട്ട് ചെയ്ത് 27 വരെ പോകും. 5028 ലാസ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ചോദിച്ചിട്ടുള്ളത്
I3യുടെ കാര്യമാണ്. I3യുടെ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് 5012 അതിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി 5012 ആണ്. Number 7. Let a program has 10 instructions I1 to I10 to execute. The size of first even instruction is 1 word and the size of last odd instruction is 128 words with each word size as 32 bits. The size of other instruction is twice that of previous even instruction if it is even and half of next odd instruction if it is odd. The size of instruction I5 would be dash bytes. So നമുക്ക് 10 instructions ആണ് ഉള്ളത്. So I1, I2, I3, I4, I5, I6, I7, I8, I9 and I10 10 ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഈവൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സൈസ് ഓഫ് ഫസ്റ്റ് ഈവൻ ഇൻസ്ട്രക്ഷൻ ഈസ് 1 വേർഡ് എന്ന് പറയുമ്പം I2ൻ്റെത് 1 വേർഡ് ആയിരിക്കും. ദെൻ ദ ലാസ്റ്റ് ഓഡ് ഇൻസ്ട്രക്ഷൻ ഈസ് 128 വേർഡ്. ലാസ്റ്റ് ഓഡ് എന്ന് പറയുമ്പോൾ I9 അത് 128 വേർഡ്സിനും തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ദ സൈസ് ഓഫ് അതർ ഇൻസ്ട്രക്ഷൻ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് പ്രീവിയസ് ഈവൻ ഇൻസ്ട്രക്ഷൻ ഇഫ് ഇറ്റ് ഈസ് ഈവൻ. ഈവൻ ആണെങ്കിൽ തൊട്ട് മുന്നേ ഉള്ളതിനേക്കാളും ഇരട്ടിയായിരിക്കും. സോ I2 1 വേർഡ് ആണെങ്കിൽ I4 എന്തായിരിക്കും 2 വേർഡ്സ് ആയിരിക്കും. I6 എന്ന് പറയുന്നത് 4 വേർഡ് ആവും. I8 എന്ന് പറയുന്നത് 8 വേർഡ് ആവും. I10 എന്ന് പറയുന്നത് 60 വേർഡ്സ് ആയിട്ട് മാറും. ഇനി ഈവൻ ഓഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാഫ് ഓഫ് നെക്സ്റ്റ് ഓഡ് ഇൻസ്ട്രക്ഷൻ അടുത്ത ഓഡ് ഇൻസ്ട്രക്ഷൻ്റെ ഹാഫ് ആയിരിക്കും. അതായത് ഇപ്പം I5 എന്ന് പറയുന്നത് എക്സ് ആണെന്നുണ്ടെങ്കിൽ I7 എന്ന് പറയുന്നത് 2x ആയിരിക്കും. നെക്സ്റ്റ് ഓഡ് ഇൻസ്ട്രക്ഷൻ്റെ ഹാഫ് ആയിരിക്കും. സോ ഇവിടെ I9 128 ആയതുകൊണ്ട് തന്നെ I7 എന്താകും 64 ആവും. I5 ആണെങ്കിൽ 32, I3 ആണെന്നുണ്ടെങ്കിൽ 16 ആൻഡ് I1 എന്ന് പറയുന്നത് 8 വേർഡ്സും ആയിരിക്കും. നമുക്ക് വേണ്ടത് 16ൻ്റെ I5ൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് വേണ്ടത് ഇൻ ബൈറ്റ്സ്. സോ I5 എന്ന് പറഞ്ഞാൽ 32 വേർഡ്സ് ആണ് തന്നിട്ടുണ്ട്. 32 വേർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ സൈസ് ഓരോ വേർഡ് സൈസും 32 ബിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. 32 ബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബൈറ്റ്സ് ഒരു വേർഡിന്. 1 വേർഡിനാണ് 4 ബൈറ്റ്. അപ്പോൾ 32 വേർഡ് ആകുമ്പോഴത്തേക്കോ ഇൻറ്റു 4 ആകുമ്പോഴത്തേക്ക് 128 ബൈറ്റ്സ് ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ 128 ബൈറ്റ്സ്. So question number 8. Consider a processor executing the following program segment R1, R2, R3, B general purpose registers. If the program has been loaded starting from address 2000 in word addressable memory, then the return address pushed on the stack is. Consider the interrupt occurred during INC instruction execution. So നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, സൈസ് ഇൻ വേർഡ്സ് തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ അഡ്രസ്സ് എങ്ങനെയായിരിക്കും നമുക്ക് എഴുതി വെക്കാം. അതായത് വേർഡ് അഡ്രസ്സബിൾ ആണ് തന്നിട്ടുണ്ട്. വേർഡ് അഡ്രസ്സബിൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2000-ലാണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ 2 അഡ്രസ്സ് ആകുമ്പോഴത്തേക്ക് 2000-ഉം 2001-ഉം ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസിന് പോകും. ദെൻ 2002 മുതൽ 5 വരെ നെക്സ്റ്റ് ഇതിൽ പോകും. 2006 മുതൽ 2009 വരെ ആയിരിക്കും നെക്സ്റ്റ് പോകുന്നത്. ദെൻ 2010 മുതൽ 2017 വരെ നെക്സ്റ്റിന് പോകും. ദെൻ 2018 മുതൽ 19 വരെ അടുത്തതിന് പോകും. സോ ചോദിച്ചിട്ടുള്ളത് INC ഇൻക്രിമെൻ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ഇൻറ്ററപ്റ്റ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ അഡ്രസ്സ് സ്റ്റാക്കിൽ പുഷ് ചെയ്തിട്ടുള്ള റിട്ടേൺ അഡ്രസ്സ് അതിനാണ്. സോ ഇൻക്രിമെൻ്റ് അഡ്രസ്സ് നമ്മൾ അതിലോട്ട് കയറുന്ന സമയത്താണ് ഈ ഇൻറ്ററപ്റ്റ് വന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് പോവേണ്ട അഡ്രസ്സ് ഏതാണ്? ഡിക്രിമെൻറ്റിൻ്റെ അഡ്രസ്സാണ് ഇനി ചെയ്യേണ്ടത്. ഡ്യൂറിങ് INC ഇൻറ്ററപ്റ്റ് ഒക്കേർഡ്, സോ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അഡ്രസ് ഈസ് സ്റ്റോർഡ് ഇൻ ദി സ്റ്റാക്ക് ഈസ് ഡിക്രിമെൻറ്റിൻ്റെ ആണ്. സോ അതെന്ന് പറഞ്ഞാൽ 2010 ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ 2010 ആണ്. അത് നമ്മൾ ഓൾറെഡി ഇൻക്രിമെൻ്റ് അഡ്രസ്സിലോട്ട് കയറി കഴിഞ്ഞു.
ദെൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻട്രപ്റ്റ് ഒക്കോർഡ് ചെയ്ത്. സോ ഇനി നെക്സ്റ്റ് പോവേണ്ട അഡ്രസ്സ് ആയിരിക്കും അപ്പോൾ അതിലോട്ട് പുഷ് ചെയ്തിട്ടുള്ളത്. 2010 ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. Question number 9. A converter has 32-bit instructions and 12-bit addresses. If there are 242 address instructions, how many one address instructions can be formulated? So, നമുക്ക് തന്നിട്ടുള്ളത് ഒരു 32-bit ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റിൽ 32-bit ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്. സോ ഇതിൽ 2 അഡ്രസ്സബിളും ഉണ്ട്, 1 അഡ്രസ്സബിളും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് 2 അഡ്രസ്സബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഓപ്കോഡാണ്. ദെൻ ഓപ്പറൻഡ്, ഫസ്റ്റ് ഓപ്പറൻഡ്, സെക്കൻഡ് ഓപ്പറൻഡ്. അപ്പോൾ ഓരോ ഓപ്പറൻസും 12-bit അഡ്രസ്സസ് ആണ് തന്നിട്ടുണ്ട്. സോ ഇതിന് 12-bit, ഇതിന് 12-bit. സോ ടോട്ടൽ 32-bit 24 ബിറ്റ്സ് ഓപ്പറൻസിന് പോയി. അപ്പോൾ ബാക്കി നമുക്ക് വരുന്ന 8 ബിറ്റ്സ് ആയിരിക്കും. ഇവിടെ വരുന്ന ഓപ്കോഡിന് വരുന്നത് 8 ബിറ്റ്സ് ആയിരിക്കും. മൊത്തം മാക്സിമം ഓപ്കോഡിന് വരാൻ പറ്റുന്ന ബിറ്റ്സ് 8 ബിറ്റ്സ് ആയിരിക്കും. സോ 8 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര ഓപ്കോഡ്സ് പോസിബിൾ ആണ്? 8 ബിറ്റ് വെച്ച് 2⁸ കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. സോ 2⁸ ഓപ്കോഡ്സ്, 2⁸ ഓപ്കോഡ്സ് പോസിബിൾ ആണ്. 2⁸ ഓപ്കോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 256 ഓപ്കോഡ്സ് ടോട്ടലി പോസിബിൾ ആണ്. 256 ഓപ്കോഡ്സിൽ 240 ഓപ്കോഡ്സ് 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 240 ഓപ്കോഡ്സ് 2 അഡ്രസ്സിന് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 16 ഓപ്കോഡ്സ് ആയിരിക്കും ആർക്ക് വേണ്ടി വരുന്നുള്ളത്, ലെഫ്റ്റ് ഫോർ 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്. സോ 16 ഓപ്കോഡ്സ്, അതായത് 1 അഡ്രസ്സിൻ്റെ എങ്ങനെ വരും? ഓപ്കോഡ്സ് എത്ര ഓപ്കോഡ്സ് ഉണ്ട്? 16 ഓപ്കോഡ്സ്, ഒരു ഓപ്പറൻഡ്, ഓപ്പറൻഡിൻ്റെ സൈസ് 12-bit. സോ നമുക്കിപ്പോൾ 1 അഡ്രസ്സിന് വേണ്ടി കിട്ടിയിട്ടുള്ളത് 16 നമ്പർ ഓഫ് ഓപ്കോഡ്സും 12 ബിറ്റ്സ് ഓപ്പറൻസും ആണ്. എന്ന് പറയുമ്പോഴത്തേക്ക് 16 ഓപ്കോഡ്സ് നമുക്കുണ്ട്. എത്ര 12 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ 2⁻12 കോമ്പിനേഷൻസ് ഓപ്പറൻസും പോസിബിൾ ആണ്. ദാറ്റ് ഈസ് 16 ഇൻറ്റു 4096 and that is equal to 24576 അഡ്രസ്സസ് നമുക്ക്, ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. 24576 one address instructions can be formulated. Question number 10. A system has 16-bit instruction that supports 0 addresses, 1 addresses and 2 addresses instructions. Assume each address will is 5 bits. It is designed for supporting 14 number of 2 address instruction, 400 number of 1 address instruction and the maximum number of 0 address instruction that can be formulated is. സോ നമുക്ക് ഫസ്റ്റ് 2 അഡ്രസ്സസിനെ കൺസിഡർ ചെയ്യാം. 16 ബിറ്റ്സ് ആണ് അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത് എന്ന് തന്നിട്ടുണ്ട്. സോ 2 അഡ്രസ് ആകുമ്പോഴത്തേക്ക് ഓപ്കോഡും 2 ഓപ്പറൻസും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ ഓപ്പറൻറ്റിനും 5 ബിറ്റ്സ് ലെങ്താണ് തന്നിട്ടുണ്ട്. സോ ടോട്ടലി 10 ബിറ്റ്സ് 2 ഓപ്പറൻസിനും കൂടെ മാത്രമായിട്ട് പോയിട്ടുണ്ട്. സോ ഓപ്കോഡിന് വരാൻ പറ്റുന്ന മാക്സിമം എന്ന് പറയുന്നത് 6 ബിറ്റ്സ് ആണ്. 6 ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം എത്ര കോമ്പിനേഷൻ ഉണ്ട്? 2⁻6 ഓപ്കോഡ്സ് പോസിബിൾ ആണ്. 2⁻6 എന്ന് പറയുമ്പോഴത്തേക്ക് 64 ഓപ്കോഡ്സ് പോസിബിൾ ആണ്. സോ അതിൽ നമുക്ക് അതിൻ്റെ 40 ഓപ്കോഡ്സ് എന്ന് പറയുന്നത് 40 എന്ന് പറയുന്നത് 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻസിന് പോയിട്ടുണ്ടെന്ന് തന്നിട്ടുണ്ട്. ദെൻ റിമൈനിങ് 24 ആണ് ഫോർ ബോത്ത് 1 and 0 അഡ്രസ് ഇൻസ്ട്രക്ഷൻസിനുള്ളത് 24 ആണ്. ഇനി ടോട്ടൽ 1 അഡ്രസ് പോസിബിലിറ്റി, 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻസിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്കോഡും കാണും,
ഓപ്പറൻഡ് ഒരു ഓപ്പറൻഡും കാണും. ഓപ്പറൻഡ് എന്ന് പറയുമ്പോൾ 5 ബിറ്റ്സ് ആണ്. ഒപ്കോഡ് എന്ന് വെച്ചാൽ മാക്സിമം 24 വരെ കിട്ടും. സോ 24 ഇൻറ്റു 2⁵ 768 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഈ 768ൽ 400 ആണ് 400 നമ്പർ ഓഫ് വൺ അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആണ് തന്നിട്ടുണ്ട്. അപ്പം ബാക്കി 368 ആണ് 0 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആണ് വരുന്നത്. അപ്പം ടോട്ടൽ 0 അഡ്രസ്സിന് 368 ഇൻറ്റു എന്താണ് 0 അഡ്രസ് എന്ന് പറഞ്ഞാൽ 0 അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് ആണ്. വാല്യൂസ് there is no memory operand there, memory operands are there, but വാല്യൂസ് എത്ര വാല്യൂസ് ഉണ്ടെന്ന് അവർ തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം 5 ബിറ്റ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചിലുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. സോ ഇൻറ്റു 2⁵, that is equal to 368 into 32, it is equal to 11,776 number of 0 address instruction can be formulated. Question number 11. Choose the correct statement from below. Option A, sys support only register operands. Option B, sys support fixed length instruction format. Option C, RISC support variable length instruction format. Option D, RISC support only register operands. So first, sys support only register operands എന്ന് പറയുന്നത് തെറ്റാണ്. Then second one, support fixed length instruction format എന്ന് പറയുന്നത് തെറ്റാണ്. Then third one, RISC support variable length instruction format എന്ന് പറയുന്നതും wrong answer ആണ്. RISC support only register operands. ഈ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ശരിയായിട്ടുള്ള ആൻസർ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് RISC support only register operands. ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. So next question, suppose an unpipelined processor with a 25 nanosecond cycle time is divided into 5 pipeline stages with latencies of 5, 7, 3, 6 and 4 nanosecond. If the pipeline latches latencies are 1 nanosecond, 2 nanosecond, 1 nanosecond, 3 nanosecond and finally 1 nanosecond, what is the cycle time of the resulting processor? Okay, so it is given the cycle time in pipeline process. Cycle time in pipeline process TP is equal to maximum of stage delay plus industry delay. TD that is TP is equal to maximum of TD plus TI, that is equal to maximum of 5 plus 1, 7 plus 2, 3 plus 1, 6 plus 3, finally 4 plus 1, and that is equal to maximum of 6, 9, 4, 9, 5, that is equal to 9 nanosecond. So question answer 9 nanosecond. So question number 13. In an unpipelined machine, assume that the time required for the 5 functional units which operate in each of the 5 cycles are follows: 8 nanosecond, 10 nanosecond, 8 nanosecond, 10 nanosecond, 10 nanosecond and 7 nanosecond. Addition of the buffers add 1 nanosecond of overhead. Find the speed up versus the unpipelined execution. So the speed up എന്ന് പറയുന്നത് നോൺ പൈപ്പ്ലൈൻ ടൈം ഡിവൈഡ് ബൈ പൈപ്പ്ലൈൻ ടൈമാണ്. അത് TNP ബൈ TP. ഇനി ഈ നോൺ പൈപ്പ്ലൈൻ ടൈം എന്ന് പറയുന്നത് സം ഓഫ് ഡിലേസ് ആണ്, സ്റ്റേജ് ഡിലേസ് ആണ്.
ടി പി എന്ന് പറയുന്നത് പൈപ്പ് ലൈൻ്റെ ടൈം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മാക്സിമം ഓഫ് ടി ഡി പ്ലസ് ടി എ, ടൈം ഡിലേ ആൻഡ് സ്റ്റേജ് ഡിലേ ആൻഡ് ഇൻഡർ സ്റ്റേജ് ഡിലേ. ഇതിൽ ടി പി എന്ന് പറയുന്നത് ടി എൻ പി നോൺ പൈപ്പ് ലൈൻ ടൈം എന്ന് പറയുന്നത് സം ഓഫ് ടി ഡി ആണെന്ന് പറഞ്ഞു. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 10 plus 8 plus 10 plus 10 plus 7 and that is 45. Then TP എന്ന് പറയുന്നത് maximum of 10 plus 1 11, 8 plus 1 9, then 10 plus 1 11, 10 plus 1 11, 7 plus 1 8 and which is equal to 11. So speed up എന്ന് പറയുന്നത് TNP divided by TP and which is equal to 40 by divided by 11 nanosecond and that is equal to 4.1. Option B ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ 4.1.